തിരുവനന്തപുരത്ത് മാലിന്യം നീക്കാനിറങ്ങിയപ്പോൾ ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളിക്കായി തിരച്ചിൽ ഈ രാത്രി വൈകിയും തുടരുകയാണ്. റെയിൽവേ സ്റ്റേഷനടിയിലുള്ള ഭൂഗർഭ ഓടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള തിരച്ചിൽ ബുദ്ധിമുട്ടായതിനാൽ ഇപ്പോൾ ക്യാമറ ഘടിപ്പിച്ച റോബോട്ടുകളെ ഉപയോഗിച്ചാണ് മാൻഹോൾ വഴി തിരച്ചിൽ നടത്തുന്നത്. ജിബിൻ ജെബി നമുക്കൊപ്പം വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട്. ജിബിൻ, നേരത്തോട് നേരമാകുന്നു, 10:30-ക്കാണ് ഈ ഒരു അപകടം. ജോയ് അതിൽ വീണു പോകുന്നത്. ഇത്ര നേരമായിട്ടും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഏറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ആര്യ, അത് തന്നെയാണ്. ഈ ജോയിയെ ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശത്ത് നിന്ന് കാണാതാകുന്നത് ഇന്ന് രാവിലെ 10:30 ഇപ്പോൾ രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇവിടെ ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് ജെൻ റോബോട്ടിക്സിൻ്റെ കീഴിൽ, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയിൽപ്പെട്ട റോബോട്ടുകളെ ഇവിടേക്ക് എത്തിച്ചാണ് ഇപ്പോൾ ജോയിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആദ്യം ഒരു റോബോട്ടിനെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോം, റെയിൽവേ സ്റ്റേഷനുള്ളിലുള്ള മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോളിലേക്കാണ് ഈ ഒരു റോബോട്ടിനെ എത്തിച്ചിരിക്കുന്നത്. ഈ റോബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ച് അതിനകത്തുനിന്നുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് നീക്കം ചെയ്യുന്ന കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെയൊക്കെ തന്നെ സ്കൂബ ഡൈവിങ്ങിൻ്റെയും അതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്ന് ഏകദേശം 30 മീറ്റർ ഉള്ളിലേക്കുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ആ ഒരു പ്രദേശത്ത് അവർക്ക് പരിശോധന നടത്താൻ സാധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് ജോയി ഇല്ല എന്നുള്ള ഒരു കാര്യം അവർ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോം, അതായത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള ടണലിൻ്റെ അകത്ത് ഒരു തടയണ നേരത്തെ തന്നെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് അവിടെ ഒരു തടയണ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാനും അത് കൃത്യമായി തടഞ്ഞ് മാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു തടയണ നിർമ്മിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നിന്ന് ഇനി ഏകദേശം 20 മീറ്ററും കൂടി ഉള്ളിലേക്ക് ചെന്നാലാണ് ആദ്യഘട്ടത്തിൽ ഇവർ പരിശോധന നടത്തിയ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു റോബോട്ടിനെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രദേശത്തുള്ള മാലിന്യങ്ങൾ കൂടി നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജോയി കിടപ്പുണ്ടോ എന്നുള്ള ഒരു കാര്യം വ്യക്തമാകും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു റോബോട്ടിനെ എത്തിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ മറ്റൊരു റോബോട്ടിനെയും കൂടി ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് തുടങ്ങിയിട്ടുള്ളത്. ആ ഒരു റോബോട്ടിൽ ക്യാമറ സംവിധാനമാകും ഉണ്ടാവുക. അപ്പോൾ ആ ക്യാമറയും കൂടി ഈ ഒരു തുരങ്കത്തിനകത്തേക്ക്, ഈ ഒരു ടണലിനകത്തേക്ക് പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് വ്യക്തമായി കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രക്ഷാദൗത്യത്തിന് കുറച്ചുകൂടി കൃത്യത ഉണ്ടാകുമെന്നുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു റോബോട്ടിനെയും കൂടി ഇവിടേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ആ ഒരു റോബോട്ടും കൂടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 5ാമത്തെ പ്ലാറ്റ്ഫോം, അതായത് ജോയിയെ കാണാതായ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നേരെ എതിർവശത്തുള്ള മറ്റൊരു സ്ഥലം, തമ്പാനൂരിന് സമീപത്തുള്ള ആ ഒരു ട്രാക്കിൽ നിന്ന് ഇവിടേക്ക് ഈ തുരങ്കത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ളതാണ് നീക്കം. അതായത് ഈ ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള റോബോട്ടിനെ അതുവഴി ഉള്ളിലേക്ക് കടത്തിവിടാനാണ് ഇപ്പോൾ ശ്രമം തുടരുന്നത്. കാരണം ഇന്ന് 5:30 തന്നെ സ്കൂബ ഡൈവിംഗ് ടീം ആ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു തുരങ്കം വഴി അകത്തേക്ക് കടക്കാനായി ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്ന് അകത്തേക്ക് കയറുന്ന കാര്യം വളരെ ശ്രമകരമാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു പദ്ധതി ഉപേക്ഷിച്ചതിന് ശേഷമാണ് നേരെ വീണ്ടും ജോയിയെ കാണാതായ സ്ഥലത്ത് തന്നെ വീണ്ടും പരിശോധന ആരംഭിച്ചത്. എന്തായാലും ഇപ്പോൾ ജോയിയെ കാണാതായിട്ട് ഇന്ന് രാവിലെ 10:30 കാണാതായി ജോയിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോർപ്പറേഷൻ മേയറുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു റോബോട്ടിനെ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഫലത്തിലുണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു സഹായം, അതായത് ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ NDRFൻ്റെയും നേവിയുടെയും കൂടി സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അവരുടെ സഹായം കൂടി ഇപ്പോൾ അഭ്യർത്ഥിച്ചിട്ടാണുള്ള ആ ഒരു തീരുമാനം കൂടി വന്നു കഴിഞ്ഞാൽ NDRFൻ്റെ സംഘവും ഇവിടെ ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇവിടെ എത്തിയിട്ടുള്ള ഈ ഒരു റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള ടണലിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന മാലിന്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുക വളരെ കുറവാണ്. കാര്യം രാവിലെയൊക്കെ തന്നെ JCBയും ഈ നെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്കൂബ ഡൈവിംഗ് സംഘമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്തത്. എന്നിരുന്നിട്ട് പോലും വെറും 30 മീറ്റർ ദൂരത്തേക്കുള്ള മാലിന്യങ്ങൾ മാത്രമാണ് ഇന്ന് ഏകദേശം 6:30 രാവിലെ 11 മണിയോട് കൂടി തുടങ്ങിയ ആ ഒരു മാലിന്യ നീക്കൽ ഏകദേശം വൈകുന്നേരം 6:30 കൂടി അവസാനിപ്പിച്ചപ്പോഴും ഈ 30 മീറ്റർ ഉള്ളിലുള്ള മാലിന്യങ്ങൾ മാത്രമാണ് നീക്കം ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് ഇനിയുള്ള 20 മീറ്റർ ദൂരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ എത്ര മണിക്കൂർ എടുക്കുമെന്നുള്ള കാര്യം ഒന്നും തന്നെ ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും ഇപ്പോൾ ഇവിടെയുള്ള ഈ റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ തുരങ്കത്തിലേക്ക് അകത്തേക്ക് പ്രവേശിച്ച് അതിനകത്തുള്ള മാലിന്യങ്ങളാണ് പുറത്തേക്ക് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി ഏകദേശം ഒരു
3 മണിക്കൂറിനകം തന്നെ മറ്റൊരു റോബോട്ടും കൂടി ഇവിടേക്ക് എത്തും. ആ ഒരു റോബോട്ടിലാകും ഈ ഒരു ക്യാമറ സംവിധാനമൊക്കെ തന്നെ ഉള്ളത്. ആ ഒരു റോബോട്ടിനെയും ഇതേ ടണലിൽ കൂടി ഇറക്കിയതിനു ശേഷം ഉള്ളിലേക്ക് കടത്തിക്കൊണ്ട് ആദ്യഘട്ടത്തിലുള്ള റോബോട്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്ത സ്ഥലത്തേക്ക് ഈ ക്യാമറ കൂടി ഇറക്കി വിട്ട ശേഷമായിരിക്കും ആ പ്രദേശത്തുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് വ്യക്തമാവുകയുള്ളൂ. അതിനുശേഷമായിരിക്കും മറ്റ് തിരച്ചിൽ സംഘമൊക്കെ തന്നെ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുക. ശരി, ജിബിനാണ് അവിടെ നിന്ന് ഈ തമ്പാനൂരിൽ ഈ അപകടം നടന്ന സ്ഥലത്താണ് ജിബിനുള്ള അവിടെ നിന്നുള്ള നേരിട്ടുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും റോബോട്ട് ഉപയോഗിച്ചാണ് ഇപ്പോൾ മാലിന്യം നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു റോബോട്ട് മാത്രമാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ റോബോട്ടിൽ ക്യാമറ സംവിധാനമില്ല. രണ്ടാമത്തെ റോബോട്ട് ഒരു 3 മണിക്കൂറിനുള്ളിൽ അവിടേക്ക് എത്തും. റോബോട്ടിന് ഉപയോഗിച്ചും തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിലും ഈ രാത്രി വൈകിയും തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രാവിലെ 10:30 ഈ ഒരു അപകടം ഉണ്ടായത്. ജോയ് ഈ ഓട വൃത്തിയാക്കുന്നതിനിടെ വീണ് പോകുന്നത് രാവിലെ 10:30 11 മണിയോടുകൂടി തന്നെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സും സ്ക്യൂബ ടീമും ഒക്കെ എത്തി ഊർജിതമായി തെരച്ചിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 മണിക്കൂർ പിന്നിടുകയാണ്. എന്നിട്ടും ആശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയും വിവരവും ഇതുവരെ വന്നിട്ടില്ല. ഇത്രയധികം നേരം, ഇത്രയധികം ആളുകൾ, ഇത്രയധികം മനുഷ്യർ, ഇത്രയധികം സാങ്കേതിക സഹായത്തോടു കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടും ആ മാലിന്യങ്ങൾ ഇതുവരെ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതും വലിയൊരു പ്രതിസന്ധിയായി, വെല്ലുവിളിയായി അവിടെ നിൽക്കുകയാണ്.